നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏതാണ്? പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് യൂസിങ് ഫ്യൂച്ചേഴ്സ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഹെഡ്ജിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, ഇങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇൻഡിവിജ്വൽ സ്റ്റോക്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടാവും. നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രത്യേക ഇവന്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു സിനാരിയോ ഉണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാർക്കറ്റ് താഴോട്ട് പോരാൻ ഒരു സാധ്യത ഉണ്ടാവും, ഒരു ടെമ്പററി ആയിട്ട് 1-2 മാസം. അപ്പൊ മാർക്കറ്റ് താഴോട്ട് പോരുന്നതനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂവും താഴോട്ട് വരും. ഈ ഒരു സമയത്ത് ഇതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി, ആ ഒരു സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിന് ഹെഡ്ജിങ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം, റെഡ്യൂസ് ദ ലോസ്. അപ്പം അതിനുവേണ്ടി എന്താണ്, നമുക്ക് പോർട്ട്ഫോളിയോക്ക് എഗനിസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ ഒരു ട്രേഡ് എടുക്കാം, പോർട്ട്ഫോളിയോക്ക് എഗനിസ്റ്റ് ആയിട്ട് ഒരു എൻട്രി എടുക്കാം. അപ്പൊ അത് ഒന്നുകിൽ നമുക്ക് ഫ്യൂച്ചർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ പോയി കോൾ അല്ലെങ്കിൽ പുട്ട് ഉപയോഗിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഫ്യൂച്ചർ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് അതിനുശേഷം ഒരു വീഡിയോ ചെയ്തു. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മുടെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ലോഡ് സൈസോട് കൂടി നമുക്ക് അതേ ഫ്യൂച്ചറിന്റെ തന്നെ, അതേ സ്റ്റോക്കിന്റെ തന്നെ, സെയിം സ്റ്റോക്കിന്റെ തന്നെ ഫ്യൂച്ചർ നമുക്ക് സെല്ല് ചെയ്ത് നമുക്ക് ഈ ഒരു എൻറ്റയർ സ്റ്റോക്കിനെ ലോക്ക് ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മൾട്ടിപ്പിൾ സ്റ്റോക്സ് ഉണ്ടാവും. ഈ ഒരു സ്റ്റോക്കിന് ഈക്വൽ ആയിട്ട് നമ്മൾ മറ്റൊരു എൻട്രി എടുക്കണം. ആ ഒരു എൻട്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഫ്യൂച്ചർ തന്നെ സെല് ചെയ്യാം. ബട്ട് ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സ്റ്റോക്കിന്റെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകണം ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ. അതിന് എഗനിസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നമുക്ക് സെല് ചെയ്യുന്നതോടുകൂടി ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ട് നമുക്ക് പോർട്ട്ഫോളിയോ ഈക്വൽ ആയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നമുക്ക് സെല് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് താഴോട്ടാണ് പോരുന്നതെങ്കിൽ, മാർക്കറ്റ് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ പോർട്ട്ഫോളിയോ വാല്യൂ താഴോട്ട് വരും. ഈ ഫ്യൂച്ചർ സെല് ചെയ്തതിന്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇവിടെ നമുക്ക് ലോസ് സംഭവിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും, പോർട്ട്ഫോളിയോനെ ഏകദേശം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ കൂടും, ഫ്യൂച്ചറിൽ ലോസും ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടത്തെ നമ്മുടെ ലോസും ഇവിടത്തെ നമ്മുടെ പ്രോഫിറ്റും കൂടെ കൂടി കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം നമുക്ക് പോർട്ട്ഫോളിയോനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ ലോക്ക് ചെയ്യാം ഈ ഒരു പോർട്ട്ഫോളിയോനെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ എത്ര ലോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു നിഫ്റ്റിയുടെ സെല്ല് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തിട്ട് നമുക്ക് പോകാം. ഇങ്ങനെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്, കുറച്ച് ഡേറ്റ വെച്ച്. അപ്പൊ ഇത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എടുത്തതിന് ശേഷം ആ ഒരു സ്റ്റോക്കിന്റെ ആണെങ്കിൽ നമുക്ക് എക്സാക്ട് ആയിട്ട് അത്രയും തന്നെ ക്വാണ്ടിറ്റി നമുക്ക് സെല് ചെയ്യാം. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ ഫ്യൂച്ചർ സെല് ചെയ്യാം ആ ഒരു സ്റ്റോക്കിന്റെ. അപ്പൊ സെയിം അണ്ടർലൈൻ അസറ്റിന്റെ ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ സ്റ്റോക്കിനെ ലോക്ക് ചെയ്യാം. ഇവിടെ എന്താണ്, ആ ഒരു സ്റ്റോക്ക് 5% താഴോട്ട് പോകുന്നു കഴിഞ്ഞാലും ആ ഫ്യൂച്ചറിന്റെ പ്രൈസും 5% താഴോട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എത്ര 10% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ 10% തന്നെ മുകളിലേക്ക് പോകും. അപ്പൊ എക്സാക്ട് ആയിട്ട് അതിന് ലോക്ക് ചെയ്യാം. ഇവിടെ പോർട്ട്ഫോളിയോ വരുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ സ്റ്റോക്കിലും, ഇപ്പൊ ഈ എക്സാമ്പിൾ ആയിട്ട് സ്റ്റോക്ക് എ, ബി, സി 3 സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഈ ഓരോ സ്റ്റോക്കിനും അതിൻ്റെതായ മൂവ്മെന്റിന്റെ വ്യത്യാസമുണ്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു പ്രത്യേക സിനാരിയോയിൽ പെട്ടെന്ന് താഴോട്ട് പോരുകയാണെങ്കിൽ ആ ഒരു സമയത്ത് എ എന്ന സ്റ്റോക്കിന്റെ വോളറ്റിലിറ്റി ആയിരിക്കില്ല ബി എന്ന സ്റ്റോക്കിൽ. കാരണം എ എന്നത് ഒരു ലാർജ് ക്യാപ് കമ്പനിയും അതുപോലെ തന്നെ സി എന്നത് ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണെങ്കിൽ മാർക്കറ്റ് ഒരു 5% താഴോട്ട് പോന്നു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ കമ്പനി ഒരുപക്ഷെ ഒരു 4-5% ആയിരിക്കും താഴോട്ട് പോരുന്നത്, 4-5% ഈക്വൽ ആയിട്ടായിരിക്കും താഴോട്ട് പോകുന്നത്. മറിച്ച് സി എന്ന സ്മോൾ ക്യാപ് കമ്പനി ഒരുപക്ഷെ അതിന്റെ ഇരട്ടി പോരാം, അല്ലെങ്കിൽ അതിലും കൂടുതൽ താഴോട്ട് പോരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ എന്താണ്, വോളറ്റിലിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിന്റെയും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെയും ബീറ്റ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. ഓരോ സ്റ്റോക്കിന്റെ ബീറ്റ ചേഞ്ച് ചെയ്യും. അപ്പൊ ഏതൊരു സ്റ്റോക്കിന്റെ ബീറ്റ കൂടുതലാണോ അത് ആ ഒരു സ്റ്റോക്ക് കൂടുതൽ വോളറ്റൈൽ ആണ്. അതായത് ഒരു മാർക്കറ്റ് വീഴുന്നതിന്റെ ബീറ്റ കൂടുതലാണെങ്കിൽ, ഒന്നിലധികമാണെങ്കിൽ മാർക്കറ്റ് 1% വീണ് കഴിഞ്ഞാൽ 1% ആ ഓരോ സ്റ്റോക്കുകളും താഴോട്ട് വരും. അപ്പൊ കൂടുതൽ വോളറ്റൈൽ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ
പോർട്ട്ഫോളിയോയുടെ ബീറ്റ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഇതുപോലെ മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മുടെ കയ്യിൽ ഏതൊരു കമ്പനി ആണെങ്കിലും അതിനൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എ എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 2 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്തെ വാല്യൂ അല്ല, പ്രസന്റ് സിനാരിയോയിൽ എത്രയാണോ അതിന്റെ മാർക്കറ്റ് പ്രൈസ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി റൗണ്ട് ഫിഗേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പി എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ 2 ലക്ഷം രൂപയുണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, ബി എന്ന് പറഞ്ഞ കമ്പനിയുടെ 5 ലക്ഷം രൂപയുണ്ട്, സി എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മൾ 3 ലക്ഷം രൂപയുണ്ട്. ടോട്ടൽ ആയിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോയുടെ വാല്യൂ, ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ 10 ലക്ഷം രൂപയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ എ എന്ന് പറഞ്ഞ കമ്പനിയുടെ, അതായത് ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂവിന്റെ 0.2 വെയിറ്റേജ് ആണ് നമ്മുടെ എ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓവറോൾ ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ വെയിറ്റേജ് ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ കമ്പനിക്ക് ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂവിന്റെ 10 ലക്ഷത്തിൽ 5 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%, അതായത് 0.5 ആണ് അതിന്റെ വെയിറ്റേജ്. അതുപോലെ നമുക്ക് സിയുടെ കമ്പനി 0.3 ആയിട്ട് കിട്ടും 3 ലക്ഷം ആയതുകൊണ്ട്. അപ്പൊ ഇതിങ്ങനെ കണ്ടുപിടിക്കുക, വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ അകത്ത് ഇത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിച്ചാൽ മതി, അത് പോയിന്റിൽ എഴുതുക. അപ്പൊ നമുക്ക് ഇനി ഈ ബീറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ബീറ്റ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി കമ്പനി എയുടെ ബീറ്റ എത്രയാണ് അല്ലെങ്കിൽ കമ്പനി ബിയുടെ ബീറ്റ എത്രയാണ്. അപ്പൊ നമുക്ക് ട്രേഡിംഗ് വ്യൂവിലോ ബാക്കിയുള്ള ഏതെങ്കിലും മണി കൺട്രോളിലോ ഒക്കെ നമുക്ക് ബീറ്റ കിട്ടും. അപ്പൊ ആ ബീറ്റ വാല്യൂ ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനി എയുടെ ബീറ്റ 0.5 ആണ്. അപ്പൊ റിലയൻസിന്റെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിൽ അതിന്റെ ഒരു ബീറ്റ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. അപ്പൊ ഇത് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇത് തമ്മിൽ ഒന്ന് ഗുണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതും തമ്മിൽ ഗുണിച്ച് നമുക്ക് ടോട്ടൽ ആയിട്ട് 0.1 വെയിറ്റഡ് ബീറ്റ ആണ് നമുക്ക് എ എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. അപ്പൊ ബീറ്റ എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 0.2 into 0.5 0.1. ഇനി അതുപോലെ തന്നെ നമുക്ക് 0.5 into 1.2 0.6, 0.3 into 2 0.6. അതിനുശേഷം ഈ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കിന്റെയും വെയിറ്റഡ് ബീറ്റ ഒന്ന് കൂട്ടാം. അപ്പൊ നമുക്ക് ഇവിടെ 1.33 ബീറ്റയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ബീറ്റയാണ്. അപ്പൊ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒത്തിരി പാടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ഹെഡ്ജിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് 1.3 ബീറ്റയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പോർട്ട്ഫോളിയോ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നിഫ്റ്റിയുടെ എൻഎസ്സിയുടെ ഇൻഡെക്സ് ആയി നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വോളറ്റൈൽ ആണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് 1% താഴോട്ട് വന്നു കഴിഞ്ഞാൽ, നിഫ്റ്റി 1% താഴോട്ട് വന്നു കഴിഞ്ഞാൽ 1.33 ആണ് നമ്മുടെ ബീറ്റ. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പോർട്ട്ഫോളിയോ 1.3% താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ബീറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് 2% ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എത്രയാണ്? 2.6% മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഈ ഒരു ബീറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ബീറ്റ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങളുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കർ ആയ സെറോദയിൽ ആണെങ്കിൽ നമുക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ തന്നെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസൈറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ സ്ക്രീനിൽ കൂടെ കാണിക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ടിക്കർ ടേബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ടിക്കർ ടേബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ പോർട്ട്ഫോളിയോ ബീറ്റ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോടെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ നമുക്ക് സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, നമുക്ക് ഇത് സബ്സ്ക്രൈബിൾ പ്ലാറ്റ്ഫോം ആണ്, ബട്ട് അത് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ഹെഡ്ജിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ബീറ്റ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് എത്ര ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റയും കൂടെ ഗുണിക്കും 1.3 into 10 lakh ഡിവൈഡഡ് ബൈ നമ്മൾ ഏതാണോ അണ്ടർലൈൻ ഇൻഡെക്സ് എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോ നോർമലായിട്ട് നിഫ്റ്റിയുടെ തന്നെ ഇൻഡെക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ് നമ്മൾ ഷോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ വാല്യൂ ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോയിൽ എത്രയാണ് ഫ്യൂച്ചറിന്റെ വാല്യൂ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത്. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വാല്യൂ 24,654 എന്ന് പറഞ്ഞാണ്. 24,655 24,654 എന്ന പ്രൈസിലാണ് ഇപ്പൊ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഈ മാസത്തെ, അതായത് ജൂൺ മാസത്തെ, ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ജൂൺ മാസത്തെ ഫ്യൂച്ചർ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേ ഇൻറ്റു 75 ക്വാണ്ടിറ്റിയാണ് ഇപ്പൊ ലോട്ടിലുള്ളത്. അപ്പൊ ഇത് തമ്മിൽ ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, നമുക്കൊരു റിസൾട്ട് കിട്ടും. ഇവിടെ നമുക്ക് 13 ലക്ഷം ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് ടോട്ടൽ ആയിട്ട് ഫ്യൂച്ചറിന്റെ വാല്യൂ കിട്ടും. ഇത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.7 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് എത്രയാണ്? ഇത് ലോട്ട് സൈസ് ആണ്. ഇവിടെ ഒരു ലോട്ടാണെങ്കിൽ സെല് ചെയ്യാൻ പറ്റും ഈ പോർട്ട്ഫോളിയോ വെച്ച്, ഒരു ലോട്ട് പോലും സെല് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഒന്നിലധികമാണ് ഇതിന്റെ വാല്യൂ വന്നതെങ്കിൽ നമുക്ക് ഒരു ലോട്ടെങ്കിലും മിനിമം സെല് ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നെങ്കിൽ അപ്പം ഇതിന്റെ ബീറ്റ് കൂടണം. ഇതിന്റെ ബീറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ഈ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ 10 ലക്ഷം തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ. ബട്ട് നമ്മുടെ ബീറ്റ് കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലോട്ട് സെല് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബീറ്റ് ഇതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ലോട്ടെങ്കിലും സെല് ചെയ്യായിരുന്നു. നമുക്ക് ഇപ്പം 0.70 ലോട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഒരു ലോട്ട് നമുക്ക് 0.70 ക്വാണ്ടിറ്റി ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ സെല് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു ലെവലാണ് നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടെമ്പററി ഒരു മാസത്തിനുള്ളിൽ മാർക്കറ്റ് താഴോട്ട് പോരുമെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെ താഴോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ 2 പൊസിഷൻ ഉണ്ട്. ഒന്നാമത്തെ പൊസിഷൻ ഏതാണ്? നമ്മുടെ പോർട്ട്ഫോളിയോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പൊസിഷൻ ഏതാണ്? നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല്ല് ഇങ്ങനെ 2 പൊസിഷനാണ് ഉള്ളത്. ഇവിടെ എന്താണ്? മാർക്കറ്റ് ഇത്രയും താഴോട്ട് പോരുന്ന സമയത്ത് ഈ ഒരു പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇത്ര തന്നെയായിരിക്കും താഴോട്ട് വരുന്നത്. മറിച്ച് നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്രയാണ്? ഇതിന്റെ എമൗണ്ട് കൂടുതലാണ്. അപ്പൊ നമ്മൾ എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ താഴോട്ട് വരും, കൂടുതൽ പ്രൈസ് താഴോട്ട് വരും. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ ഉണ്ടാകുന്ന ലോസ് എത്രയാണ്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണ്, ഇവിടെ ഒരു 20,000 രൂപയാണ് നമുക്ക് ലോസ് ഉണ്ടായതെന്ന് വിചാരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്കൊരു 30,000 രൂപ പ്രോഫിറ്റ് കിട്ടിയേക്കാം. എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടിയേക്കാം അവിടെ. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്തു, ഒപ്പം തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. 10,000 രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടി. പ്രൊട്ടക്ട് ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് 10,000 പ്രോഫിറ്റ് കിട്ടി. ഇവിടുത്തെ മൈനസും ഇവിടുത്തെ പ്ലസും കൂടെ കൂട്ടി നമുക്ക് 10,000 പ്രോഫിറ്റ് കിട്ടി. നല്ലൊരു കാര്യമാണ്. പക്ഷേ മറിച്ചൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് മുകളിലേക്കാണ് പോയതെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ ഒരു സാഹചര്യത്തിൽ എത്ര മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ അത്രയും തന്നെ പോർട്ട്ഫോളിയോ വാല്യൂ മുകളിലേക്ക് പോയാൽ നമുക്ക് 20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയേനെ പോർട്ട്ഫോളിയോയില്. മറിച്ച് നമ്മൾ സെല്ല് ചെയ്തത് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ 30,000 രൂപ ലോസ് സംഭവിച്ചേനെ. അപ്പൊ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 10,000 രൂപ നമുക്ക് ലോസ് സംഭവിച്ചേനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെയാണ്, നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതല്ല, നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റ് വീഴുമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ വീണില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ്? നമുക്ക് ലോസിലേക്ക് പോകും. അതല്ല, കൂടുതൽ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ ലോസ് കൂടി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഏറ്റവും ബെറ്റർ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത് എന്തിനാണ്? മാക്സിമം നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ടെമ്പററി കറക്ഷനിൽ നിന്ന്. നമ്മുടെ മെയിൻ കാര്യം എന്താണ്? നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോ ആണ്. നമുക്ക് മാർക്കറ്റ് താഴോട്ട് പോരും എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിനെ വിറ്റ് കളയായിരുന്നു. അപ്പൊ വിറ്റ് കളയാതെ നമ്മൾ അതിനെ പിടിച്ചു നിർത്തി താഴോട്ട് അതിനെ ഹെഡ്ജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പോർട്ട്ഫോളിയോ ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർട്ട്ഫോളിയോയുടെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കണം നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മുടെ ഹെഡ്ജ് വാല്യൂനേക്കാളും. ഇതാണ് കൂടുതലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോർട്ട്ഫോളിയോ വാല്യൂ എത്രയാണ്? 10 ലക്ഷം ഇൻറ്റു 1.3 ടോട്ടൽ ആയിട്ട് ഇവിടെ 13 ലക്ഷം വരുന്നുണ്ട്. അപ്പം ഹെഡ്ജ് വാല്യൂനേക്കാളും അത് കുറവാണ്. അപ്പൊ നമുക്ക് എന്താണ്? മിനിമം ഒന്നുകിൽ ബീറ്റ കൂടുതലാണെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ വാല്യൂ 20 ലക്ഷത്തിന് മേളിലേക്ക് വരും. ആ ഒരു സാഹചര്യത്തിൽ ഹെഡ്ജ് വാല്യൂ 18 ലക്ഷം ആണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ലോട്ട് സെല് ചെയ്യായിരുന്നു. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു പോയിന്റിൽ നിൽക്കുന്നു, അവിടെ നിന്ന് അത് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ വാല്യൂവിൽ എന്ത് സംഭവിക്കും? പോർട്ട്ഫോളിയോ വാല്യൂവിൽ നമുക്ക് ഒരു ലോസ് ഉണ്ടാകും. ആ ഒരു ലോസ് എക്സാമ്പിൾ ആയിട്ട് 20,000 രൂപയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സെല് ചെയ്ത് വെച്ചേക്കുന്ന നിഫ്റ്റിയുടെ സെല്ലില് നമുക്ക് സംഭവിക്കുന്നത് എത്രയാണ്? നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടായതിനെ അപ്രോക്സിമേറ്റ് 20,000 ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഒന്നുകിൽ 20,000 ആയിരിക്കാം, 20,000 പ്ലസ് കിട്ടിയേക്കാം. ഈക്വൽ ആണെങ്കിൽ, അതല്ല അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് 20,000 കുറച്ചും കൂടെ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പൊ അപ്രോക്സിമേറ്റ് ഒന്നുകിൽ ഇവിടെ 0 ആയിരിക്കും റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് മൈനസിലേക്ക്, ചെറിയ രീതിയിൽ ഒരു മൈനസിലേക്ക് പോകും ഇതിന്റെ വാല്യൂ. അപ്പം എങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോനെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതല്ല, നമുക്ക് മറിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യുവാണെങ്കിൽ, ഇത് മുകളിലേക്കാണ് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടെ പോർട്ട്ഫോളിയോയില്
നമുക്ക് 20,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടെയും നമുക്ക് 20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയതിനെ നമുക്ക് ഒന്നുകിൽ 0 ആയിരിക്കും, അതല്ല മറിച്ച് കൂടുതൽ മൂവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഹെഡ്ജ് വാല്യൂ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പോസിറ്റീവ് ആയിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേണും കിട്ടിയേനെ. ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, ഏറ്റവും ബെസ്റ്റ് ഒന്നുകിൽ ഹെഡ്ജ് വാല്യൂവും പോർട്ട്ഫോളിയോ വാല്യൂവും ഈക്വൽ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വാല്യൂ ഹെഡ്ജ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം എടുക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, എപ്പോഴും അത്യാവശ്യം നല്ല പോർട്ട്ഫോളിയോ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലോട്ടാണെങ്കിലും നിഫ്റ്റിയുടെ സെല് ചെയ്യാൻ പറ്റൂ. നമ്മൾ ടോട്ടൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന്റെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒന്നുകിൽ പോർട്ട്ഫോളിയോ വാല്യൂ ഹെഡ്ജ് വാല്യൂ ഈക്വൽ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വാല്യൂ കുറച്ച് കൂടുതൽ വെക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ബെറ്റർ. നമുക്ക് ചെറുതായിട്ട് ഒരു അണ്ടർ ഹെഡ്ജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമുക്ക് ഹെഡ്ജ് വാല്യൂ കുറച്ച് വെക്കുകയാണെങ്കിൽ. എക്സാക്ട് ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്തുള്ള ഓരോ സ്റ്റോക്കുകളും മാർക്കറ്റ് താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും എക്സാക്ട് ആയിട്ട് താഴോട്ട് പോകണമെന്നില്ല, എല്ലാ സ്റ്റോക്കുകളും കറക്റ്റ് ആയിട്ട് താഴോട്ട് പോകണമെന്നില്ല. ചില സാഹചര്യത്തിൽ ചില സ്റ്റോക്കുകൾ താഴോട്ട് പോരാതെ ആ ഒരു റേഞ്ചിൽ നിൽക്കും. അവിടെ ചെറിയ വേരിയേഷൻസ് വരും. എന്നാലും നമുക്ക് ഓരോ ടെമ്പററി കറക്ഷനിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നിഫ്റ്റി തന്നെ യൂസ് ചെയ്യാം ഹെഡ്ജ് ചെയ്യുന്നതിന്. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിനെ ഹെഡ്ജ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു, അത് വളരെ സിമ്പിൾ ആണ്. ബട്ട് നമ്മളൊരു പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യുന്ന സമയത്ത് ബീറ്റ വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ബീറ്റ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ബീറ്റ വാല്യൂ ഇൻറ്റു നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ ഗുണിച്ച് നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ വാല്യൂ കിട്ടും. അതേ ഡിവൈഡ് ബൈ എത്ര ലോട്ടാണ് നമ്മൾ നിഫ്റ്റിയുടെ സെല് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ വാല്യൂ, കറന്റ് വാല്യൂ, നമ്മുടെ ഫ്യൂച്ചറിന്റെ കറന്റ് വാല്യൂ, അത് ഇൻറ്റു ലോട്ട് സൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലോട്ട് സൈസ് കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഹെഡ്ജിങ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൾറെഡി ഹെഡ്ജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പ്രസന്റ്ലി നമുക്ക് ക്രിപ്റ്റോയില് നമുക്ക് മോശമില്ലാതെ നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിനിലാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബിറ്റ്കോയിന്റെ ഫ്യൂച്ചർ പെർപെച്വൽ ആണ്, ഒരിക്കലും എക്സ്പയറി ഡേറ്റ് ഇല്ല. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഉണ്ട്, അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ ബീറ്റ വാല്യൂവും സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും സെറോദ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.